ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 20 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. കാരണം നമ്മൾ 500-ലധികം ക്വസ്റ്റ്യൻസ് PSC ബുള്ളറ്റിനിൽ വന്നത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മോഡൽ എക്സാംസ് ഇനി നമ്മൾ ചെയ്യുവാണെങ്കിൽ, കൂടുതൽ പരിശീലിക്കുകയാണെങ്കിൽ മലയാളത്തിന്റെ 10 മാർക്ക് നമ്മുടെ കൂടെ ഇങ്ങ് പോരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 20 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ മലയാളം ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മലയാളം മോക്ക് ടെസ്റ്റ് എന്നുള്ള പ്ലേലിസ്റ്റ് കാണുക. അത് യൂസ്ഫുൾ ആണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കൂ, എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് കമന്റ് ചെയ്യൂ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെയുള്ള തെറ്റായ പദം ഏത്? തന്നിട്ടുള്ളതിൽ ഏതാണ് തെറ്റായ പദം? ദൈവികം, കിംവദന്തി, വാത്മീകി, കഷണം. ഇതിനകത്ത് തെറ്റായ പദം ഓപ്ഷൻ സി ആണ്, വാത്മീകിയാണ്. വാത്മീകി അല്ല, വാൽമീകിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, തെറ്റായ വാചകം ഏത്? നമുക്ക് നോക്കാം. തെറ്റുകൾ ആവർത്തിക്കാൻ ആരെയും അനുവദിക്കരുത്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. അറിവിന്റെ കാര്യത്തിൽ അവർക്ക് തമ്മിൽ അജഗജാന്തരമുണ്ട്. സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. അപ്പൊ ഇതിനകത്ത് ഏതാണ് തെറ്റായ വാചകം? തന്നിട്ടുള്ളതിൽ എൻ്റെ അഭിപ്രായത്തിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി ഗാന്ധിജിയാണ് എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എന്ന് വേണ്ട, ഏറ്റവും കൂടുതൽ രണ്ടും ഒരേ അർത്ഥമാണ് കാണിക്കുന്നത്. സോ ഞാൻ കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി എന്ന് മതി. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന് ശരിയായ പരിഭാഷ ഏതാണ്? റാം വാസ് ഇൻഫോംഡ് ഹിസ് ഷീപ്പ് ഹാഡ് ബീൻ ഡൺ ഫോർ ബൈ ദ നൈബേഴ്സ്. അപ്പൊ തന്നിരിക്കുന്നത് പാസീവ് വോയിസിലാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും മീനിങ്ങും വരുന്നത്. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് നോക്ക്, രാമന്റെ ചെമ്മരിയാടിനെ അയൽക്കാർ കൊന്നുകളഞ്ഞതായി അവനെ അറിയിച്ചു എന്നാണ്. രാമന്റെ ചെമ്മരിയാടിനെ അയൽക്കാർ കൊന്നുകളഞ്ഞതായി അവനെ അറിയിച്ചു എന്നതാണ് ഇവിടത്തെ കറക്റ്റ് ആൻസർ. എന്താണ്? റാം വാസ് ഇൻഫോംഡ് ഹിസ് ഷീപ്പ് ഹാഡ് ബീൻ ഡൺ ഫോർ ബൈ ദ നൈബേഴ്സ് എന്നതിന്റെ കറക്റ്റ് പരിഭാഷ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. ഭാഗിനേയൻ എന്നതിന്റെ അർത്ഥം. ഭാഗിനേയൻ ആരാണ്? ഭാഗിനേയൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ. സഹോദരിയുടെ മകനാണ് ഭാഗിനേയൻ. വ്രീള എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വ്രീള എന്താണ് അർത്ഥം? ഓപ്ഷൻ സി ആണ്, ലജ്ജയാണ് വ്രീള. പ്രാചി എന്ന വാക്കിന്റെ വിപരീതം എന്ത്? പ്രാചി എന്നതിന്റെ വിപരീതം എന്താണ്? പ്രതീജിയാണ്. പ്രാചിയുടെ ഓപ്പോസിറ്റ് പ്രതീജിയാണ്. അടുത്ത ചോദ്യം, ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിന് സമാനമായ ചൊല്ലേത്? ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്നുള്ളതിന് സമാനമായ ചൊല്ല് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി വരും, ആടിയ കാലും പാടിയ നാവും. ആടിയ കാലും പാടിയ നാവും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൾ പ്ലസ് മാ ആൺമ, വിൽ പ്ലസ് തു വിട്ടു, വിൻ പ്ലസ് പാട് പിൽപ്പാട്, വരും പ്ലസ് അൻ വരുവൻ. അപ്പൊ ഈ ഓപ്ഷൻസും കൂടി പഠിച്ചു വെക്കുക, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ശരിയല്ലാത്തത്, അതായത് തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ്, വിൽ പ്ലസ് ടു എന്നാൽ വിട്ടു അല്ല വിറ്റു ആണ്. വിറ്റു, വിള്ള് ആണ് വരുന്നതെങ്കിലാണ് അവിടെ വിട്ടു വരുന്നത്. അപ്പൊ വിൽ പ്ലസ് ടു എന്താണ്? വിറ്റു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? കവി, കവയത്രി, അഗ്രജൻ, അവരജ, ദെൻ ബന്ദി,
ബന്ദി എന്ന് കൊടുത്തിരിക്കുന്നു. സോ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ബന്ദി എന്താണ്? ബന്ദിനിയാണ്. ബന്ദി ബന്ദിനി. കവി കവയത്രി, അഗ്രജൻ അവരജ, ദെൻ ബന്ദി ബന്ദിനി, നായകൻ നായികയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ഐഹികം, ഔദാര്യത, സാമ്രാട്ട്, പിന്നാക്കം. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള പദം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിന്നാക്കം മാത്രമേ ഇതിനകത്ത് ശരിയുള്ളൂ. കാരണം ഐഹികമല്ല, പകരം ഐഹികമാണ്. അടുത്തത് ഔദാര്യതയല്ല, ഔദാര്യമാണ്. ഔദാര്യം. അടുത്തത് സാമ്രാട്ടല്ല, സമ്രാട്ടാണ്. അപ്പൊ ഐഹികമല്ല, ഐഹികമാണ്. ഔദാര്യമാണ്, സമ്രാട്ടാണ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള ഒരൊറ്റ പദം മാത്രമേ ഉള്ളൂ, അത് പിന്നാക്കമാണ്. തെറ്റായ വാചകം ഏത്? യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാണ് മന്ത്രി എത്തിയത്. ഓരോ പാഠങ്ങളും ശ്രദ്ധാപൂർവം പഠിക്കണം. കൃഷിരീതികൾ ആധുനീകരിക്കേണ്ടതാണ്. മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. അപ്പോ തെറ്റായ വാചകം ഏതാണ് ഇതിനകത്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓരോ പാഠങ്ങളും ശ്രദ്ധാപൂർവം പഠിക്കണം എന്നതാണ് തെറ്റായ വാചകം. പിന്നെ എന്ത് വരണം? ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം എന്ന് വേണം വരേണ്ടത്. ഓരോ പാഠങ്ങളുമല്ല, ഓരോ പാഠവും എന്നാണ് വരാനുള്ളത്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. ഇതിനനുയോജ്യമായ മലയാളം ചൊല്ലേത്? സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. എന്താണ് അതിന്റെ മലയാളം? ഓപ്ഷൻ ബി ആണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കുമെന്നാണ്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്നതിന്റെ മലയാളം ചൊല്ല് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നാണ്. മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ എന്നതിന് ഒറ്റപ്പദം ഏത്? മാമൂലുകളെ മുറുകെ പിടിക്കുന്നവൻ ആരാണ്? മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനാണ് ഓപ്ഷൻ ഡി, യാഥാസ്ഥിതികൻ. യാഥാസ്ഥിതികന്റെ ഓപ്പോസിറ്റ് എന്താണ്? യാഥാസ്ഥിതികൻ ഉത്പതിഷ്ണു. അപ്പൊ യാഥാസ്ഥിതികൻ ആരാണ്? മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനാണ്. ഇനി പരിവ്രാജകൻ എന്നാൽ സർവസംഘ പരിത്യാഗിയാണ് പരിവ്രാജകൻ. എല്ലാം പരിത്യാഗം ചെയ്യുന്നവൻ. സർവസംഘ പരിത്യാഗിയുടെ ഒറ്റ വാക്കാണ് പരിവ്രാജകൻ. പരിമാണത്തെ സംബന്ധിച്ചത് എന്താണ്? പാരിമാണികമാണ്. അപ്പൊ പരിവ്രാജകൻ ആരാണ്? മറക്കരുത്, സർവസംഘ പരിത്യാഗിയാണ്. യാഥാസ്ഥിതികൻ എന്നാൽ മാമൂലുകളെ മുറുകെ പിടിക്കുന്നവനാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ആകാശം എന്നതിന് പര്യായ പദം ഏത്? ഇതിനകത്ത് ഏതാണ് ആകാശം എന്ന പര്യായ പദം വരുന്നത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വ്യോമമാണ് ആകാശം. നഭസ്, വിഹായസ്, അമ്പരം, ദ്യോവ് ഇതെല്ലാം ആകാശത്തിന്റെ പല പര്യായ പദങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൃശം എന്ന വാക്കിന്റെ വിപരീത പദം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൃശം എന്ന വാക്കിന്റെ വിപരീതം. കൃശത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മേതുരമാണ്. മേതുരമാണ് കൃശത്തിന്റെ ഓപ്പോസിറ്റ്. മേതുരം, കൃശം. മകൾ അച്ഛന്റെ വാസന കാണിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ശൈലി ഏത്? മകൾ അച്ഛന്റെ വാസന കാണിക്കും എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ഇതിനകത്ത് ഏതാണ്? എലിയുടെ കുഞ്ഞും നെല്ല് തൊലിക്കും. എലിയുടെ കുഞ്ഞും നെല്ല് തൊലിക്കും എന്നതാണ് മകൾ അച്ഛന്റെ വാസന കാണിക്കും എന്ന ശൈലിക്ക് ഉപയോഗിക്കാവുന്നത്. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? നോക്ക്. കുട പ്ലസ് ഉന്നു കുടയുന്നു. ഹൃദ് പ്ലസ് അന്തം ഹൃദന്തം. തത് പ്ലസ് ത്വം പ്ലസ് അസി തത്വമസി. ദിക് പ്ലസ് അന്തം ദിഗന്തം. ഇതിനകത്ത് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഹൃദ് പ്ലസ് അന്തമാണ് ഹൃദന്തം. ഇതിനകത്ത് ഇവിടെ ദ വരത്തില്ല, പകരം നമ്മുടെ താ മാത്രമേ വരത്തുള്ളൂ. തറ എന്നതിന്റെ തായാണ് ഇവിടെ വരുന്നത്. ഹൃദ് പ്ലസ് അന്തമാണ് ഹൃദന്തം. ബാക്കിയുള്ള എല്ലാം ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ അതും കൂടി പഠിച്ചു വെക്കുക. കുട പ്ലസ് ഉന്നു ആണ് കുടയുന്നു. ഹൃദ് പ്ലസ് അന്തമാണ് ഹൃദന്തം. തത് പ്ലസ് ത്വം പ്ലസ് അസിയാണ് തത്വമസി. ദിക് പ്ലസ് അന്തമാണ് ദിഗന്തം. ദിക്ക് പ്ലസ് അന്തമാണ് ദിഗന്തം. സ്നുഷ എന്നതിന്റെ പുല്ലിംഗ ശബ്ദം എന്താണ്? സ്നുഷയുടെ
പുല്ലിംഗ ശബ്ദം. മരുമോളാണ് സ്നുഷ. അപ്പൊ സ്നുഷയുടെ പുല്ലിംഗ ശബ്ദം എന്താണ്? മരുമകൻ എന്ന് വരണം. ആൻസർ എന്താണ്? ജാമാതാവാണ്. ഓപ്ഷൻ ബി ആണ് ജാമാതാവ്. ജാമാതാവ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന രൂപം ഏത്? അലിംഗ ബഹുവചന രൂപം, അതായത് ലിംഗം പറയാത്ത ബഹുവചന രൂപം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് മിടുക്കറാണ്. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷ വിഭാഗം കൂട്ടിച്ചേർന്നിട്ടുള്ള കൂട്ടത്തെയാണ് നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? മിടുക്കർ മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം നമുക്കറിയാം, അത് ബഹുവചനമായിരിക്കത്തില്ല, ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോ ഓപ്ഷൻ ഏത് വരും? ബി ആണ്, ശാസ്ത്രികളാണ് ഇവിടുത്തെ പൂജക ബഹുവചനം. അങ്ങനെ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 20 ക്വസ്റ്റ്യൻസും ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിയിൽ പരിശോധിച്ചാൽ ഈ 10 മാർക്ക് നമുക്ക് മലയാളത്തിൽ നിന്ന് പോരും. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും നമ്മുടെ ടെലഗ്രാം ചാനലായ PSC ബേസിക്സ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.